ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒരു കിണ്ണം ഗെയിമായിട്ടാണ്. സ്കൈ സ്കൈ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇത് കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ഗ്രാഫിക്സ് കണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചാണ് വീഡിയോ എടുത്തേക്കണത്. അത് കാരണം ഇച്ചിരി ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മ. ആദ്യം തന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇതാരാന്നാവോ ഏറ്റവും മുന്നേ കിണ്ണം ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാലേ കിണ്ണം കാച്ചി സാധനം. എന്ന് വെച്ചാൽ 1 GB കിട്ടണേൽ ഈ ഗ്രാഫിക്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. കഥ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടാപ്പ് when you lose yourself to call the light. ഓ, ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയല്ലേ? നമ്മ ഏതോ വാതിലുറക്കേട്ടാ. ഇതിൻ്റെ ആദ്യത്തെ കട്ട്സീൻ കാണാത്തവർക്ക് വേണം സെർച്ച് ചെയ്തെടുക്കാട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ കട്ട്സീനൊക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സീനാണ് കട്ട്സീൻ, വെറുതെ വിഷയം കട്ട്സീനൊക്കെ. അടുത്ത കട്ട്സീനാണിത്. എനിക്ക് തോന്നുന്നു നമുക്ക് ആ പടം വരെ എത്തണമെന്ന്. കൊണ്ടാ അത് ഇല്ലേതാ നമ്മ? ആ സൈഡിൽ നിൽക്കണ ബ്ലൂ കളറാണ് നമ്മ. എന്താ ഇങ്ങനെ കാട്ടണത്? ലോസ്റ്റ് ടൈം. എനിക്ക് തോന്നുന്നു ഇവന് ഇവിടെ താമസിച്ചാണിത്. ലൈറ്റ് എന്താണോ? എനിക്ക് തോന്നുന്നു അടുത്ത് അതെന്താണോ തപ്പണായിരിക്കും. നമ്മൾ കൈയൊക്കെ കൊടുക്കേണ്ടതാ. ഇടയിൽ നമുക്ക് പറക്കാൻ പറ്റുമോ? അതല്ല, പറക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പം പറക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം നമ്മുടെ ചിറകൊക്കെ മറ്റേ നമ്മൾ മാനത്ത് പറന്നുകൊണ്ടിരുന്നപ്പേ നമ്മുടെ ചിറകങ്ങാടും കത്തിപ്പോയി. എന്താണ് നമ്മൾ കത്തി തീർക്കണത്? നമ്മൾ ലൈറ്റ് ബ്രിങ് ചെയ്തോണ്ട് തന്നെയാണ്. ആണോ, നമ്മ ഇതിനൊക്കെ കത്തിക്കാണ് ഓരോന്നോരോന്നായിട്ട്. എനിക്ക് തോന്നുന്നു ഈ സാധനമാണ് മെയിൻ കട്ട്സീൻ ഉണ്ടാവണല്ലേ. ഇത് ഇവനെ പോലത്തെ ഒരുത്തരം കൂടി കിട്ടണമല്ലോ. അപ്പം ഇവിടെ വലിയവൻ ഇവൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നത്. എടാ നമ്മ സീന. വാവ്. അവന് വീട് കിട്ടി. ആണെങ്കിൽ ഇവൻ്റെ ഒപ്പം ചെല്ലണമായിരിക്കും. കട്ട്സീനായി. Uncover our darkened kingdom, restore it with your flame. എടാ ഡാർക്ക്. ഇവിടെ എന്ന് വെച്ചാൽ സംഭവിച്ചെന്നാ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറയണാണ്. ഇവിടെ എന്തോ ഒരു ഡാർക്ക് ഒന്നിലെ വിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ട് ഈ വില്ലേജ് അങ്ങ് വിച്ച് ക്രാഫ്റ്റ് ആക്കി. എന്നിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളൊരു പവറുള്ള ആളാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ കട്ട് സീനിൽ തന്നെ നമുക്കൊരു നല്ല പവർ ഉണ്ട് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല പവറുണ്ട്. നമ്മ ഇപ്പം ഇതൊക്കെ കത്തിച്ചാണ്. ഞാൻ സെറ്റിങ്സ് ഒന്ന് നോക്കിയതാണ്. നമുക്ക് ഈ ഫ്ലെയിം അവിടെ നിന്ന് ആദ്യത്തെ കട്ട് സീനിൽ കിട്ടിയത്. നമ്മ ഈ സാധനമൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ഈ മെഴുകുതിരി കണ്ട ആ സാധനം ഇതിനൊക്കെ ഇങ്ങനെ കത്തിച്ചോളയും കണ്ട. അടുത്ത് വരുമ്പോൾ നമ്മൾ കത്തിക്കും. സൗണ്ട് ഉണ്ടാ പിയാനോ പോലത്തെ. പുള്ളിക്കാരനെ എന്തോ തരേണ്ടല്ലോ, നന്നാക്കണേണ്. അല്ലെങ്കിൽ സോഫേ എന്താ മോനെ, ഞാൻ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഈ ഗെയിം അങ്ങനെ കളിച്ചൊന്നും ഇതില്ല. നമുക്കറിയാൻ പോണ എടാ. ഇത് നമ്മുടെ കസ്റ്റം. ഇത് തന്നെ മതിയല്ലേ?
Heart are given as gift if you offer to spirit they will share their memories with you. It's your music artist and more. Would you like to learn? ഇതൊന്നാണ് അമ്പട കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവന്റെ മുടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ലിവിങ് റൂമാണിത്. അച്ചർക്കൻ്റെ മുടി നല്ലതാണ്. അച്ചർക്കൻ്റെ മറ്റേ മെസ്സിയർ അത് നല്ലതാണ്. ഇവനെന്താണ് ഇനി ഇവൻ്റെ അടുത്തേക്ക് പോവാ. എന്ന് പറഞ്ഞാൽ എനിക്ക് കഥ മര്യാദക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, അതാണ് പ്രശ്നം. എന്നാണത് അടുത്ത അയ്യോടാ, അടുത്ത ഇതിലോട്ട് നമ്മ പോയി. ഹാർട്ട് കൊടുക്കായിരുന്നു, പുതിയ ഔട്ട്ഫിറ്റൊക്കെ എടുക്കാട്ടാ. ഇതൊന്നും തോന്നാവോ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട്? അതാണ് ലൈക്ക് യു വെയിറ്റ് ചൈൽഡ്സ് ദിസ് ഈസ് യുവർ ജേണി. ഇതെന്താണ് ഈ കൈ ഇങ്ങനെ പിടിച്ചാൽ കത്തിക്കണായിരിക്കും. അവിടെ പറന്നു വന്നടാ, എന്തോ പൊളിഞ്ഞൊക്കെ കിടക്കാൻ കേട്ടാ. ഇതേ കുറെ മെഴുകി തിരിയണ്ടല്ല നമ്മളെ വിളിക്കാണ്ടിട്ടാ. വന്നിട്ടുണ്ട്. എടാ ഇങ്ങനെയാണല്ലേ അമ്പടാ. ഇതാ അതുമായിട്ട് നമ്മ കത്തിക്കണം നമ്മളെ ഫ്ലെയിം വെച്ച്. അടുത്തെടുക്കുക. ചെക്കൻ അവിടെ മുക്കാണ്. നമ്മൊരു വന്ന് ഒരു കൈ കൊടുത്താൽ മതി. ഇത് ഇച്ചിരി വലിയ വഴി തരും കേട്ടാ. ഇതിൻ്റെ മിഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള മിഷൻസാണ്, നല്ല ഫണ്ണാണ് കളിക്കാൻ. ബിഗ്ഗസ്റ്റ് മെഴുകുതിരി എന്താ നടക്കണേ നോക്കട്ടെ. സാറ്റിസ്ഫാക്ഷൻ കിട്ടൂട്ടെ ഇതൊക്കെ കളിച്ചാല്. നമ്മളിങ്ങനെ ഒരു വേൾഡിന് ഇങ്ങനെ ഇതാക്കുമ്പോ ഇവിടെ എല്ലാം ഗോൾഡായി മാറടാ. ഞാൻ ഇച്ചിരി നേരം ഉണ്ടായി ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാൻ. മ്യൂസിക് കേട്ടാ, സീനല്ലേ മ്യൂസിക്. സൗണ്ട് ഒന്ന് കുറച്ചാണ്, കോപ്പി റൈറ്റ് അടിക്കായിരിക്കും. അടിച്ചാലാ എനിക്ക് ഒരെണ്ണം അടിച്ചേണേ കോപ്പി റൈറ്റ്. വില്ലേജ് ഇനി എന്തെന്നാണോ ഞാൻ എൻ്റെ അടുത്ത് എന്തോ ഉണ്ട്. ഹാർട്ട് ഷെയർ ചെയ്തോക്കട്ടെ. എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ എത്തണം. ആ വോൾക്കാനോട് അവിടെ എന്താ നമ്മുടെ ഒരു പറക്കണ സാധനമുണ്ട്. നമ്മ ആ പുറകിൽ ഇങ്ങനെ ഒരുമാതിരി ചിറക് പോലെ നമ്മ വെക്കും പറക്കുമ്പോ. അത് നമ്മുടെ ഇങ്ങനെ പറഞ്ഞുപോയി, പറഞ്ഞല്ല കരിഞ്ഞെന്താണ്ടൊക്കെ ഇങ്ങനെ പുക പോലെ പോയി. ആടാ നമ്മളെ തന്നെയൊക്കെ അല്ലേ നമ്മിപ്പോ വഴി തെറ്റിപ്പോയാൽ നമ്മൾ തന്നെയൊക്കെ ഇങ്ങനെ ദേ മഞ്ഞാണ്ടാ അങ്ങനെ ഒരു സാധനം വരും. അങ്ങോട്ട് പോണം. ചാടാ നല്ല രസമാണ്. ഏതാ കട്ട്സീനായി ഇത്. പിന്നെ കുറെ കട്ട്സീനുണ്ട്. അതേ ഒരു ഡൗൺഫാളായിട്ട് ഞാൻ പറയുന്നു. ഡൗൺഫാളേ ഇല്ല ഈ ഗെയിമിന്, ചെറിയ ഡൗൺഫാളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കിണ്ണ സാധനമാണ് എൻ്റെ മോനെ. കുറെ നാളുകൾക്ക് ശേഷം ഒരു കംബാക്ക് അടിച്ച ഈ ഗെയിമായിട്ട് പൊളി. എനിക്ക് തോന്നണേ നമ്മൊരു ഗോഡാണ്. എനിക്ക് തോന്നുന്നുണ്ട് നമ്മൊരു ഗോഡാണ് തോന്നുന്നത്. ക്യാരറ്റ് പ്രാർത്ഥിക്കണം. എടുത്തേടാ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ നടക്കണത്? ഞാൻ പറഞ്ഞല്ലേ ഈ നിക്കണത് അമ്മയാണ്. ഈ നടുക്കി നിക്കണ ഒരു ഇത് കണ്ട ഒരു രൂപം, അത് അമ്മയാണ്. അവൾ ലൈറ്റ് വാസ് ഇൻഫിനിറ്റ്.
സ്റ്റാർസൊക്കെ ഒരു ദിവസം ഒരു കാലത്ത് യുണൈറ്റ് ഒരുമിച്ച് കയറുന്നു. അപ്പോൾ നമ്മുടെ വെട്ടം ഇൻഫിനിറ്റ് ആയിരുന്നു. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഓഫ് കിങ്ഡം ഫസ്റ്റ് ഡിസെൻഡന്റ് ഒരു കിങ്ഡം മാനത്ത് പണിഞ്ഞു. ബട്ട് വി ടുക്ക് അവർ ലൈഫ് ഫോർ ഗ്രാൻഡ്. ഒരു പറയണെന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് ഞങ്ങളുടെ ആവശ്യത്തിനെടുത്ത് ഷാഡോയില് ലൈറ്റ് കൊണ്ട് കളഞ്ഞു. ടൈം ഇങ്ങനെ കാലം കഴിഞ്ഞപ്പോ ഞാൻ ഹോപ്പും ഉണ്ടെന്ന് വെച്ചാൽ നമ്മ ഗോ ഫോർ കണ്ടാ ആ സാധനം പറക്കും. ഈ സാധനം വെച്ച് നമ്മ പറക്കും. നല്ലോണം മാപ്പ് ഓറണ്ട് കേട്ടാ. മാപ്പ് സെറ്റായി. ഇതിന്റെ പാർട്ട് ഇടേണ്ടി വരും. ആ സാധനം എനിക്ക് തോന്നുന്നുണ്ട് ഈ സാധനമാണെന്ന്. കാരണം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്റ്റോറി മോഡ് റിസർച്ച് അല്ല, ചെറിയൊരു റിസർച്ച് നടത്തി. എന്ന് വെച്ചാൽ പണ്ട് നമ്മ ഇങ്ങനെ ഓപ്പൺ വേൾഡ് ഇതൊക്കെ മാപ്പാണ്. വിസിറ്റ് ദ മാപ്പ് സ്ട്രീംസ് ടു റിവീൽ ന്യൂ ലൊക്കേഷൻസ്. ഹാവിയർ വില്ലേജ് ഞങ്ങളവിടെ വേണം. എന്ന് വെച്ചാൽ പണ്ട് നമ്മ ഇങ്ങനെ ഓപ്പൺ വേൾഡ് ബെസ്റ്റ് ഓപ്പൺ വേൾഡ് ഗെയിംസ് എന്നൊക്കെ അടിക്കുമ്പോൾ കിട്ടൂലേ. സോളാണെന്ന് തോന്നട്ടാ. അവനോടി അടുത്തവനോട് കേട്ടെ. ഓക്കെ നമുക്ക് ഇതിലോട്ടൊന്ന് കയറി നോക്കട്ടെ. അയൽ ഓഫ് ഡോൺ. കുറെ നല്ല മാപ്സ് ഉണ്ട് ഇതിൽ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കളിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ നമ്മളോട് സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയണത്. ഏത്തോ ഗ്രാഫിക്സ് ജംഗ്ഷൻ ഇമ്പാക്റ്റിന്റെ അത്ര ഇല്ലെങ്കിലും എനിക്കിഷ്ടമായി. ജംഗ്ഷൻ ഇമ്പാക്റ്റ് ഒരു 40-35-25 GB ഒക്കെ എടുക്കൂല. ഇത് 1 GB ആണ്. അപ്പൊ ലാഭമാണ്. ഇതാണ് ലാഭം. എന്താണ് ഒരു സാധനം ഇവന്മാരെന്ന് പറഞ്ഞാൽ കട്ട് സീന് നല്ലോണം കാട്ടി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് ഫ്രീ ദ സ്പിരിറ്റ്സ് സ്റ്റിൽ ഷാർപ്പർ ഇൻ ദിസ് പ്ലേസ്. സ്പിരിറ്റ്സിനൊക്കെ നമ്മ ഫ്രീജാണ്. ഈ ഐലൻഡ് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന സ്പിരിറ്റിനൊക്കെ ഫ്രീ ചെയ്ത് തരണം. ചാടാൻ നല്ല രസമാണ്. ഞാൻ എപ്പോഴും ചാടി പോണത്. ഏതാ ബേഡ്സ് ഒക്കെ നല്ല രസമാണ്. ഇത് കത്തിക്കണമായിരിക്കും. അതെ കത്തിച്ചു. കത്തിക്ക് പ്രാർത്ഥിക്ക്. ചാടാൻ പറ്റൂലേ ഇത്? എന്താ ചാടാൻ പറ്റാത്തത്? മതി. ജലദോഷമുണ്ട് നല്ല രീതിക്ക്. മാമകോട് എടാ ഇമാരൊക്കെ എന്താ ചെയ്യണോ? നമ്മളെയാണ് പൂജിച്ചോണ്ടിരിക്കണ ലൈറ്റ്. എനിക്ക് തോന്നണ നമ്മൊരു ലൈറ്റ് കോഡാണെന്ന് എന്നുവെച്ചാ സൂര്യദേവൻ എന്നൊക്കെ പറയൂലേ. എന്ത് സാധനം? മെയിൻ സ്പിരിച്വലാണോ ഇതിൽ? ബോസ് ഫൈറ്റ് ഒന്നുമില്ലേ? ഫൈറ്റില്ലെങ്കിൽ ഇച്ചിരി അലമ്പാവും. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. ഇച്ചിരി അലമ്പൊക്കെ സഹിക്കാം. സ്ലൈഡിങ്. ദേവനാരാണാവും. എടാ ന്യൂ പവർ ലോക്കിട്.
അങ്ങാട് പോണം. ഇതിപ്പോ എന്തിനാണോ എന്തിനാ ഇങ്ങനെ കത്തിച്ചു കൊടുക്കണോ? അടുത്ത കടിച്ച് ഇതാണ് മെയിൻ സ്പിരിറ്റ്. കുറെ ഉണ്ട്, ഒന്നും മനസ്സിലാവണില്ല. അടുത്ത കടിച്ച് അപ്പൊ ഇവിടത്തെ കഴിഞ്ഞിട്ടില്ല. നമ്മ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പൊ വോൾക്കാനോയിൽ എത്തിക്കാനായിട്ട് പാസേജ് സ്റ്റോൺ. ആടാ പാസേജ് സ്റ്റോൺ പാസേജ് സ്റ്റോൺ അവിടെ നിന്ന് മഞ്ഞില്ലട്ടാ, നെക്കിട്ടാ മഞ്ഞ്. ജലദോഷം കൊണ്ട് നൈസായിട്ട് ചുമയുണ്ട്. അതാണ് ഞാൻ മര്യാദ സംസാരിക്കാത്തത്. എനിക്ക് തോന്നണത് ഇത് വേറെ പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നത്. ആടാ പ്ലേയേഴ്സ് ആണ്. നമുക്ക് ഇതെടുക്കാം. അത് ക്യാസിലോട്ട് പോണെന്നാണ് തോന്നണത്. ആ ക്യാസ് വേണ്ട നമ്മിങ്ങനെ ചാടുമ്പോ നമ്മുടെ കാലിൽ നിന്ന് ഒരു സാധനം വരും. ആടാ ക്യാസിലോട്ട് പോണേന് like once. Beyond this gate is a temple garden. But അവിടെ എൽഡേഴ്സ് താമസിക്കണ്ടായിരുന്നു. അവരെന്തോ സ്പിരിറ്റിനെന്തോണ്ടൊക്കെ ഇതാക്കൂന്ന് പറയാണ്. അവര് ഇങ്ങനെ ഫാളായി പോയിന്ന്, എന്ന് വെച്ചാ വീണോ എന്നാണ്, അല്ലെങ്കിൽ ഖത്തം ആയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടാ അവനും പ്ലേയേഴ്സ് ആണ്. ഫ്രീ ദ പ്ലേ, ഫോളോ എൽഡേഴ്സ് ആണെന്ന് തോന്നണ്ടാ. ഇത് എൽഡറാണ്. ആടാ ഇവരെല്ലാം ഒരു സാധനത്തിനെ പൂജിക്കണ്ട്. എനിക്ക് തോന്നുന്നു ലൈറ്റിനെ പൂജിക്കണേന്ന് അവര്. എന്താണെന്ന് അവര് ഇത് ശരിയാക്കുമ്പോ ആരാ വന്നെ നോക്കട്ടെ. ഇങ്ങനത്തെ സാധനങ്ങൾ ശരിയാക്കുമ്പോ ആരേലും വരും. ഇവൻ വ്യത്യാസമാണല്ലോ. എൽഡ്ര. ആടാ ഇവൻ എൽഡറല്ലേ മറ്റേത്. ഇവൻ എൽഡറാണെന്ന് അറിയില്ല. സാധാരണ കുടുംബക്കാരൻ അല്ലെങ്കിൽ എൽഡർ. ഇവന്റെ കുടുംബം ഇത്. എനിക്ക് തോന്നുന്നു ഇവന്മാര് കാസിലോട്ട് പോണ വഴിക്ക് എന്തോ സംഭവിച്ചാണ്. ഡാർക്ക് ഇത് വന്നല്ലേ. നമ്മ എന്താ ചൂണ്ടണത്? നമ്മുടെ കയറി. ഒരു ഇമോട്ട് കിട്ടി ഫ്രീ ആയിട്ട്. The spirit used to restore the power of this gate you may now പാസ് ചെയ്യാം നമുക്കിപ്പോൾ. ഇവിടെ ചേർത്തിയാലോ, എന്നിട്ട് നാളെ അടുത്ത എപ്പിസോഡ് ഇടാം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ്. നിൽക്കട്ടെ, ഈ ഗേറ്റ് ഒന്ന് തുറക്കട്ടെ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത് സേവായിട്ട് തന്നെ ഇരിക്കുമല്ലോ. എന്തിനാ ഞാൻ ഈ അവനുണ്ടാക്കുന്നത്? അപ്പൊ വിങ് ദേടാ നമ്മുടെ പിന്നാലെണ്ടാ. ക്രീച്ചർ ഓഫ് ലൈറ്റ്
അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. നാളെ അടുത്ത ഇതിൻ്റെ പാർട്ട് 2 ഇറങ്ങും. പാർട്ട് 2 നാളെ ഒരു 6 മണി 7 മണിക്ക് തന്നെ, 6 മണിയല്ല 8 മണി 9 മണിക്കൊക്കെ തന്നെ ഇറങ്ങും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ് സാൻഡോക്സ്.